എടാ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. അത് വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം, നമ്മൾ ഫുൾ പോർഷൻ കവർ ചെയ്യും. വളരെ ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചോളാം. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമുക്ക് സത്യം പറഞ്ഞാൽ മൂന്ന് പാർട്ടാക്കാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ഒന്നെന്താടാ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, രണ്ട് റിലേഷൻസ്, മൂന്ന് ഫങ്ഷൻസ്. അതായത് ഈ മൊത്തം ചാപ്റ്ററിനെ നമുക്ക് ഈ മൂന്ന് പാർട്ടാക്കി ഇതിനെ തിരിക്കാം. കേട്ടല്ലോ, ഈ മൂന്ന് പാർട്ടുകളും പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പഠിക്കാൻ പോവുകയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളണം, വളരെ സിമ്പിളാണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് എടുക്കുവാണ്, എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുവാണ്. ഞാൻ ഒരു സെറ്റ് എടുക്കുവാണ് 1 2 3. എടാ, ബി എന്ന് പറഞ്ഞ് ഞാൻ വേറൊരു സെറ്റ് എടുക്കുവാണ്. ശ്രദ്ധിച്ചോളണം, 4 5. ഞാൻ വേറൊരു സെറ്റ് എടുത്തു. എനിക്ക് ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ്, എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് വേണം. എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് വേണം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ ഇൻറ്റു ബി, വായിക്കുന്നത് എ ക്രോസ് ബി എന്നാണ്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റിന് വേറൊരു പേര് കൂടിയുണ്ട്, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് കൂടി ഒരു പേരുണ്ട് ഇതിന്, ക്രോസ് പ്രൊഡക്റ്റ്. കേട്ടല്ലോ. ഇനി ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇവിടെ കാണുന്ന ഓരോ എലമെൻറ്റും, കാര്യം നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഓരോരോ പെയർ ജോഡികൾ ഉണ്ടാക്കി എഴുതണം. അതായത് ഈ 1 ഉം 4 ഉം തമ്മിൽ ഒരു ജോഡി ഉണ്ടാക്കണം, പെയർ ഉണ്ടാക്കണം. 1 ഉം 5 ഉം തമ്മിൽ ഉണ്ടാക്കണം. 2 ഉം 4 ഉം 2 ഉം 5 ഉം തമ്മിൽ ഉണ്ടാക്കണം. 3 ഉം 4 ഉം 3 ഉം 5 ഉം തമ്മിൽ ഉണ്ടാക്കണം. ഇത്രേ ഉള്ളൂ. ഇതെല്ലാം ഒരു പെയർ ബ്രാക്കറ്റിലാക്കി എടുത്ത് എഴുതിക്കൊള്ളണം. സിമ്പിൾ പരിപാടി. ഇതേ ശ്രദ്ധിച്ചോ, ഞാൻ ആദ്യം ഇത് സെറ്റിൻ്റെ അകത്താണ് കേട്ടോ എഴുതേണ്ടത്. 1 ഉം 4 ഉം കൂടി ഒരു പെയർ ഉണ്ടാക്കി 1 4 എന്നും പറഞ്ഞൊരു പെയർ ഉണ്ടാക്കി എഴുതി. അടുത്തത് 1 ഉം 5 ഉം കൂടി ഉണ്ടാക്കി 1 5. അടുത്തത് 2 ഉം 4 ഉം കൂടി ഉണ്ടാക്കി, അപ്പോൾ എന്ത് വരും 2 4. അടുത്തത് എന്താടാ 2 ഉം 5 ഉം കൂടി ഉണ്ടാക്കണം 2 5. അടുത്തത് 3 ഉം 4 ഉം കൂടി ഉണ്ടാക്കണം 3 ഉം 5 ഉം കൂടി ഉണ്ടാക്കണം. അപ്പോൾ 3 4 3 5. ഇത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി പഠിക്കണം. നോക്കിയേ, ഈ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ടെന്ന് നോക്കിയടാ. 1 2 3 4 5 6. ഈ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിൽ എത്ര എലമെൻറ്റ് ഉണ്ടെന്ന് നോക്കണം. എയിൽ എത്ര പേരുണ്ടാ, 3 പേര്. ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ടെന്ന് നോക്കണം. എത്ര പേരുണ്ടാ, 2 പേര്. ഈ 3 × 2 ചെയ്താൽ മതി. അപ്പോൾ മൊത്തം എത്ര പേരുണ്ട്, 6 പേര്. സിമ്പിളല്ലേ, ഭയങ്കര സിമ്പിളല്ലേ. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി വേറൊരു ചെറിയ കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ ഓരോ എലമെൻറ്റുകളെയും നമ്മൾ വിളിക്കുന്ന പേര്, ഇത് ഓരോരോ പെയറാക്കിയല്ല എഴുതിയേക്കുന്ന. ഈ പെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓർഡേർഡ് പെയർ എന്നാണ്. എന്താടാ, ഓർഡേർഡ് പെയർ. ഓർഡറാക്കി എഴുതിയിരിക്കുന്ന പെയറുകളെയാണ് ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർഡേർഡ് പെയറാണ്, ഇത് ഓർഡേർഡ് പെയറാണ്, ഇത് ഓർഡേർഡ് പെയറാണ്, ഇത് ഓർഡേർഡ് പെയറാണ്. ഇത് വായിക്കേണ്ടത് ഓർഡേർഡ് പെയർ 1 4, ഓർഡേർഡ് പെയർ 1 5, അങ്ങനെയാണ് വായിക്കേണ്ടത്. കേട്ടല്ലോ. ഈ ഓർഡേർഡ് പെയറുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് 2 ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെന്ന് പറയുവാണ്. അതായത് ഞാൻ പറയുവാണ് എ ബി എന്ന ഓർഡേർഡ് പെയറും 7 6 എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡേർഡ് പെയറുകളുടെ ഫസ്റ്റ് എലമെൻറ്റുകൾ ഈക്വൽ ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റുകൾ ഈക്വൽ ആയിരിക്കും. 2 ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റുകൾ ഈക്വൽ ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് എ, അപ്പോൾ എ ഈക്വൽ ടു എത്രയെന്ന് പറയാം, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 7. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് ബി, അല്ല ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് ബി, ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് എന്താടാ 6. അത്രേ ഉള്ളൂ. വേറൊരു എക്സാമ്പിൾ കൂടി പറയണം. അതേ നോക്കിയേ, x, 7 ഈക്വൽ ടു 3, y. 2 ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണ്. നമ്മളോട് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞു. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എക്സ് ഫസ്റ്റ് എലമെൻ്റ് ആണ്, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണെന്ന് നോക്കുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടിയടാ 3. ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് 7 ആണ്, ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് ഏതാണെന്ന് നോക്കുക, വൈ. അപ്പോൾ വൈ ഈക്വൽ ടു എത്ര കിട്ടും, 7. സിമ്പിൾ പരിപാടി അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ക്രോസ് പ്രൊഡക്റ്റ്, ഓർഡേർഡ് പെയർ ഈക്വൽ ആക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇത് ഓരോന്ന് ചെയ്യാം. ഇത് നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 1 4, ഫൈൻഡ് എ ക്രോസ് ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എ ഞാൻ ആദ്യം എടുത്ത് എഴുതും. എ എത്രയാടാ 1 2 3.
അടുത്ത ഞാൻ ബി എഴുതുവാണ്. ബിയുടെ പേരെന്താടാ? 1 4. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ ക്രോസ് ബി ആണ്. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എ ക്രോസ് ബിയിൽ എത്ര പേരുണ്ടാവും? എയിൽ 3 പേര്, അപ്പോൾ 3 ഇൻറ്റു ബിയിൽ 2 പേര്, 3 ഇൻറ്റു 2, അപ്പോൾ മൊത്തം എത്ര പേരുണ്ടാവും അവിടെ? 6 പേര്. ഈ 6 പേരെ ഞാൻ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം, എ ക്രോസ് ബി ആണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് നോക്കി പറയണം, അല്ലാതെ തിരിച്ചങ്ങോട്ട് പറയരുത് കേട്ടല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചോ, 1ഉം 1ഉം കൂടി പേരാക്കി 1 1, 1ഉം 4ഉം കൂടി പേരാക്കി 1 4. അടുത്തത് 2ഉം 1ഉം കൂടി പേരാക്കി 2 1. അടുത്തത് 2ഉം 4ഉം കൂടി പേരാക്കി 2 4. അടുത്തത് 3ഉം 1ഉം 3ഉം 4ഉം. അത്ര ഉള്ളടാ. നോക്ക്, 3 1 3 4. ഇതാണെന്ത്? നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ്. മൊത്തം 6 എലമെന്റ്സും വന്നില്ലേ? 6 എലമെന്റ്സും വന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റുകളെല്ലാം ഫസ്റ്റ് സെറ്റിൽ നിന്നും സെക്കൻഡ് എലമെന്റുകളെല്ലാം സെക്കൻഡ് സെറ്റിൽ നിന്നും ആയിരിക്കും വന്നേക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. നോക്ക്, അടുത്ത ക്വസ്റ്റിൻ്റെ 2 ഓർഡേർഡ് പേരുകൾ ഈക്വൽ ആക്കി പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇവിടെ നോക്കി, ഏതൊക്കെയുണ്ടാ? എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പേരും, പിന്നെ ഇപ്പുറത്തെ ആരാടാ? y -4. ഈ ഒരു ഓർഡേർഡ് പേർ ഈക്വൽ ആണ്. ആരോടാണ് ഈക്വൽ? 3 7 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പേരിനോട് ഈക്വൽ ആണ് അല്ലേ? എക്സ് പ്ലസ് 1, y -4 ഈക്വൽ ടു 3 7. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. സിമ്പിൾ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താടാ? അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഏതാ നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഏതാ നോക്കുക, അത് രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1, അപ്പുറത്ത് ആരാടാ? 3. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 ആണെങ്കിൽ ഇതെന്ത് വരും? ഈ പ്ലസ് 1 അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? 3 പ്ലസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര വന്നടാ? 2. സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ? അടുത്ത രണ്ടാമത്തെ എലമെന്റ് എടുക്കുക, y -4. y -4 ഈക്വൽ ടു ഇവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് എടുക്കുക, 7 7. y കണ്ടുപിടിക്കണം. ഈ -4 അപ്പുറത്തേക്ക് വിട്. ഇപ്പോൾ y ഈക്വൽ ടു ഇവിടെ 7 ഉണ്ട്, ഈ -4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +4. അപ്പോൾ y ഈക്വൽ ടു എത്ര വന്നടാ? 7 + 4 എത്ര വന്നടാ? 11. സിമ്പിൾ, ഭയങ്കര സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേ. എയിൽ എത്ര എലമെന്റ്? എ ആരൊക്കെയാടാ? 1 2 3 4. 1 2 3 4. എടാ ബി ആരൊക്കെയാടാ? ബി നോക്ക്, ബി ആരൊക്കെയാടാ? 3 4. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. എ ക്രോസ് ബി എഴുതാനല്ല ചോദിച്ചിരിക്കുന്നത്, എ ക്രോസ് ബിയിൽ എത്ര പേരുണ്ടെന്ന്. എയിൽ എത്ര പേരുണ്ട്? 4. ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്? 2. അപ്പോൾ എ ക്രോസ് ബി എഴുതുമ്പോൾ എത്ര പേരുണ്ടാവൂടാ? 8 പേരുണ്ടാവും. സിമ്പിൾ സാധനം കേട്ടല്ലോ. ഇനി ഈ സെഷനിൽ നിന്ന് ക്രോസ് പ്രൊഡക്റ്റിൽ നിന്ന് ചോദിക്കുന്ന വേറൊരു ചോദ്യം കൂടിയുണ്ട്. ദേ, നമുക്ക് എ എന്ന് പറഞ്ഞൊരു സെറ്റ് തരും, എന്നിട്ട് നമ്മളോട് എ ക്രോസ് എ കണ്ടുപിടിക്കാൻ പറയും, 3 എണ്ണം ക്രോസ് ചെയ്യാൻ പറയും. ഇതൊന്ന് ശ്രദ്ധിച്ചോളേ. അപ്പോൾ നമുക്കിവിടെ എ എന്നും പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഏതാടാ? -1 1. നമ്മളോട് എ ക്രോസ് എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് അറിയാവുന്ന എ ക്രോസ് എ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ -1 1നെ ഒരു തവണ കൂടി -1 1ഉമായിട്ട് ക്രോസ് ചെയ്തോളാം. സിമ്പിൾ കേട്ടല്ലോ. ക്രോസ് ചെയ്യാം. -1ഉം -1ഉം കൂടി പേരാക്കുക, -1 -1. അടുത്ത -1ഉം 1ഉം കൂടി പേരാക്കുക, -1 1. അടുത്ത 1ഉം -1ഉം കൂടി പേരാക്കുക, 1 -1. അടുത്ത 1ഉം 1ഉം കൂടി പേരാക്കുക, 1 1. കേട്ടല്ലോ. ഇതാണ് എ ക്രോസ് എ. ഇതാണെന്ത്? എ ക്രോസ് എ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാനുള്ള സത്യം പറഞ്ഞാൽ എ ക്രോസ് എ ആണോ? അല്ല, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ക്രോസ് എ ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കൂടാ? അതായത് ഇത് കണ്ടുപിടിക്കാൻ ഈ എ ക്രോസ് എനെ, ഇപ്പം നമുക്ക് കിട്ടിയത് എ ക്രോസ് എനെ അല്ലേ, ഇതിനെ വീണ്ടും ഒരു എ ആയിട്ട് ക്രോസ് ചെയ്താൽ പോരെ. ഈ എ ക്രോസ് എ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ടുപിടിച്ചവൻ അവൻ ആരാണ്? -1 -1. അടുത്തത് -1 1. അടുത്തത് 1 -1. അടുത്തത് 1 1. ഇതാണ് എ ക്രോസ് എ. ഇതിനെ എന്തുമായിട്ട് ക്രോസ് ചെയ്യണം? ഒരു എയുമായിട്ട് ക്രോസ് ചെയ്യണം. എ എന്താടാ? -1 1. ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്, ഇവിടെ സത്യം പറഞ്ഞാൽ 2 എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ 4 × 2 8 എലമെന്റ്സ് വരും. ഇവിടെ ഓരോരുത്തർ ഈ ബ്രാക്കറ്റിന് ഒരു എലമെന്റ് ആയിട്ട് കൂട്ടണം. ഇതൊരാൾ. ഇവർ രണ്ടും ഓരോരുത്തർ. കേട്ടല്ലോ, ഇവർ രണ്ട് പേര്. അപ്പോൾ നോക്കിക്കോ, ഞാൻ ഈ ആളെ എടുത്ത് വെച്ച് പെയറാക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളണം. ഈ -1ഉം -1ഉം ഈ ഒരു -1ഉമായിട്ട് ചേരുമ്പോൾ അവർ 3 -1 ഒരുമിച്ച് അങ്ങോട്ട് എഴുതിക്കൊള്ളണം. ഇനി ഇവനെ വെച്ച് തന്നെ അടുത്തതും എന്താണ്? ഈ -1ഉം -1ഉം വീണ്ടും ഒരു 1ഉമായിട്ട് ചേരുമ്പോൾ -1 -1 1. ഓക്കെ അല്ലേ? ഇനി അടുത്തവൻ എടുക്കുക. അടുത്തവൻ എന്താണ്? ഈ -1ഉം 1ഉം ഈ -1ഉമായിട്ട് ചേരുമ്പോൾ ഇത് കിട്ടും.
ഈ -1ഉം 1ഉം ഈ 1ഉമായിട്ട് ചേരുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ രണ്ടാമത്തവനും ഓക്കെ ആയി. ഇനി ഇവൻ എന്താടാ ഈ 1 - 1 1 - 1 -1ഉമായിട്ട് ചേർന്ന് വരണം, 1 - 1 1ഉമായിട്ട് ചേർന്ന് വരണം. അടുത്തത് ലാസ്റ്റ് വൺ ഈ 1 1 ശ്രദ്ധിച്ചു, ഞാൻ താഴെ എഴുതുവാണേ. ഈ 1 1 -1ഉമായിട്ട് ചേർന്ന് വരണം, പിന്നെ ഈ 1 1 1ഉമായിട്ട് ചേർന്ന് വരണം, 1 1 അവസാനം 1ഉമായിട്ട് ചേർന്ന് വരണം. ഇതാണ് A ക്രോസ് A ക്രോസ് A. ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ നമുക്ക് ഓർഡേർഡ് പെയർ രണ്ട് പേരായതുകൊണ്ടാണ് നമ്മൾ ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞിട്ടിരുന്നത്. ഇവിടെ 3 പേരില്ലേ, അപ്പോൾ ഇതിനെ വായിക്കേണ്ടത് നോക്കി, ഇത് കിടക്കുന്നത് 1 2 3 3 പേരില്ലേ, ഇത് വായിക്കേണ്ടത് ഓർഡേർഡ് പെയർ എന്നല്ല കേട്ടോ. എന്ത് വായിക്കണം? ഓർഡേർഡ് ട്രിപ്ലറ്റ് എന്നാണ്, മറന്നു പോകരുത്. ഓർഡേർഡ് ട്രിപ്ലറ്റ് 3 പേരുണ്ട്, അതുകൊണ്ടാണ് കേട്ടല്ലോ. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നിന്ന് പഠിക്കാൻ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. അടുത്ത എന്താണ്? റിലേഷൻസ്. എടാ അപ്പോൾ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് പഠിച്ചു കഴിഞ്ഞു, നമ്മൾ റിലേഷൻസിലേക്ക് കയറുവാണ്, നമ്മളെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക്. അപ്പോൾ എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു റിലേഷൻ പറയണമെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഒരു റിലേഷൻ പറയണമെങ്കിൽ അവിടെ 2 പേര് വേണ്ടേ. അതായത് ഞാനിപ്പോൾ എൻ്റെ അച്ഛനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് പറയുവാണ് ഇതെൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് പറയുവാണ് ഇതെൻ്റെ അമ്മയാണ്. അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മയുമായിട്ടുള്ള റിലേഷൻ പറയണമെങ്കിൽ അവിടെ വേറൊരാൾ വേണം അല്ലേ. 2 പേരുണ്ടെങ്കിലേ നമുക്ക് റിലേഷൻ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഞാനുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ എൻ്റെ റിലേഷൻ പറയണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമുക്ക് റിലേഷൻ പറയണമെങ്കിൽ 2 സെറ്റ് വേണം. ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു റിലേഷൻ പറയാൻ പറ്റില്ല. റിലേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അവിടെ 2 സെറ്റുകൾ വേണം. അവർ 2 പേരും സെയിം ആയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ റിലേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അവിടെ 2 സെറ്റുകൾ ആവശ്യമാണ്, 2 സെറ്റുകൾ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഞാൻ എ എന്നും പറഞ്ഞൊരു സെറ്റ് എടുക്കുവാണ്. A = 1 2 3. ഓക്കെ അല്ലേ? ഇനി ഞാൻ ബി എന്നും പറഞ്ഞ് വേറൊരു സെറ്റ് എടുത്തു, AB. ഓക്കെ അല്ലേ? എനിക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യണം എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്, റിലേഷൻ ഫ്രം A to B എന്ന് എഴുതും. സത്യം പറഞ്ഞാൽ ഈ റിലേഷൻ ഫ്രം A to B ഒരു റിലേഷൻ ഞാൻ എഴുതുവാണ്. ഇനി ആ തന്നിരിക്കുന്ന റിലേഷൻ ഞാൻ എഴുതുവാണ്. അത് സത്യം പറഞ്ഞാൽ എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കല്ലേ. അപ്പോൾ അത് A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇതാണ് റിലേഷൻ്റെ ഡെഫിനിഷൻ. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ എന്തായിരിക്കണം? സബ്സെറ്റ് ആയിരിക്കണം. അപ്പോൾ എന്താണ് ഈ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സെറ്റിൽ പഠിച്ചതാണ്. ഇപ്പോൾ ഞാൻ A ക്രോസ് ബി എഴുതാണ്. A ക്രോസ് ബി ഒന്ന് വേഗം പറഞ്ഞേ. എയും ബിയും കൂടി ക്രോസ് എടുത്താൽ എന്ത് വരും? A ക്രോസ് ബി ഒന്ന് വേഗം പറഞ്ഞേ. 1A 1B 2A 2B 3A 3B അല്ലേ? 1A 1B 2A 2B 3A 3B. ഇതാണ് A ക്രോസ് ബി. ഈ A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ A ക്രോസ് ബിയുടെ അകത്തുനിന്ന് എഴുതിയിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കണം. അതായത് എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണ് 1A 2A 3A. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എഴുതിയിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഒരാളായിരിക്കണം, അതുകൊണ്ടാണ് ആ സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എമ്മിൽ നിന്ന് എന്നിലേക്കാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അത് M ക്രോസ് എന്നിൻ്റെ സബ്സെറ്റ് ആണോ എന്നാണ്. M ക്രോസ് എന്നിൻ്റെ സബ്സെറ്റ് ആണോ എന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് റിലേഷൻ അല്ലേ? ഇതിൻ്റെ അകത്ത് വേറൊരു റിലേഷൻ പറയാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതും. ഇങ്ങനെ വേറൊരു റിലേഷൻ പറയാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതുവാണ്. നോക്കിടാ, 1A 1B 2B. ഇതിൻ്റെ അകത്തുനിന്ന് എഴുതിയതല്ലേ? ഇങ്ങനെ റിലേഷൻ പറയുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അടുത്തത് ഞാൻ വേറൊരു റിലേഷൻ പറയുവാണ്, R2 1A 2A. ഇങ്ങനെ പറയുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരാണോ നോക്കിയാൽ മതി, പുറത്തുനിന്ന് ആരും കയറി വരാതിരുന്നാൽ മതി. അപ്പോൾ ഇതെന്താണ്? റിലേഷനാണ്. ഇങ്ങനെ അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനാണ്. ഇതിൻ്റെ ഒരു ചെറിയ സെറ്റ് ആയിരിക്കണമെന്ന് മാത്രം. ഈ റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻ്റെ ഡൊമൈൻ എന്താണെന്ന് ചോദിക്കും. ശ്രദ്ധിച്ചോളണം, ഡൊമൈൻ എന്താണെന്ന് ചോദിക്കും. അതുപോലെ റേഞ്ച് എന്താണെന്ന് ചോദിക്കും. 2 കാര്യങ്ങൾ. റേഞ്ച് എന്താണെന്ന് ചോദിക്കും. റേഞ്ചും മാത്രമല്ല, എന്താണ് കോഡൊമൈനും എന്താണെന്ന് ചോദിക്കും. ഒരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ ഇത് 3ഉം എടുത്തെഴുതാൻ പഠിച്ചിരിക്കണം. ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ. സിമ്പിൾ പരിപാടി കേട്ടല്ലോ.
ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. റിലേഷൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് സെറ്റ്. അപ്പോൾ ആരൊക്കെയാടാ? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡൊമൈൻ ആരാണ്? 1 2 3 ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സെറ്റ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സെറ്റ്. അപ്പോൾ റേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റിൻ്റെ സെറ്റാണ് റേഞ്ച്. ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റുകൾ എടുത്തേ എ. ഇവിടെ പിന്നെ എ ആണ്. അപ്പോൾ എഴുതണോ? പിന്നെ എ ആണ്. എഴുതണോ? വേണ്ട. അപ്പോൾ എ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് എലമെൻറ്റിൻ്റെ സെറ്റാണ് റേഞ്ച്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് എന്താണ്? സെക്കൻഡ് എലമെൻറ്റിൻ്റെ സെറ്റ്. ഓക്കെ. ഇനി വളരെ സിമ്പിൾ. കോഡൊമൈൻ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും തെറ്റിച്ച് കളയുന്നതാണ്. നമ്മളൊരു റിലേഷൻ എവിടുന്ന് എങ്ങോട്ടാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ സെറ്റ് കംപ്ലീറ്റ് ആണ് കോഡൊമൈൻ. അതായത് സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് ആണ് കോഡൊമൈൻ. ഒന്നെങ്കിൽ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇവിടുത്തെ ബി ആരാണ്? എ ബി അല്ലേ? എ ബി എന്നും എടുത്തെഴുതാം. അപ്പോൾ സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് ആണ് കോഡൊമൈൻ. കേട്ടല്ലോ? അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റ്, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ പറഞ്ഞേ, ഈ ഫസ്റ്റ് വണ്ണിൻ്റെ ഡൊമൈൻ പറഞ്ഞേ. 1 പിന്നെ 1 ആണ്, പിന്നെ 2. അപ്പോൾ 1 2 ഡൊമൈൻ. റേഞ്ച് ഏതാണ്? എ ബി പിന്നെ ബി ആണ്. അപ്പോൾ എ ബി. കേട്ടല്ലോ? ഫസ്റ്റ് എലമെൻറ്റ് ഡൊമൈൻ, സെക്കൻഡ് എലമെൻറ്റ് റേഞ്ച്, സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് കോഡൊമൈൻ. കേട്ടല്ലോ? ഇത്ര ഉള്ളൂ റിലേഷനിലേക്ക്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, ഒരു റിലേഷൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ R ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 എന്നിട്ട് ആറല്ലല്ലോ, എ ഈക്വൽ ടു ഒരു സെറ്റ് തന്നു. നമുക്ക് എ ഈക്വൽ ടു ഒരു സെറ്റ് തന്നു. എന്നിട്ട് ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണോ നോക്കണം. കേട്ടല്ലോ? എന്നിട്ട് ഞാനൊരു റിലേഷൻ തരുവാണ്. അതേ ശ്രദ്ധിച്ചോ കേട്ടോ. 1 2 2 3 3 4 4 5. കേട്ടല്ലോ? ഇതെല്ലാം എ ക്രോസ് എയും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റുകളല്ലേ? അപ്പോൾ ഇത് റിലേഷനാണ്. ഈ റിലേഷൻ ഇങ്ങനെ ഓർഡേർഡ് പെയർ കോമയിട്ട് എഴുതിയാൽ ആ മെത്തേഡിനെ പറയുന്ന പേര് റോസ്റ്റർ ഫോം എന്നാണ്. എന്താണ്? റോസ്റ്റർ ഫോം. കേട്ടല്ലോ? ഇനി ഇത് തന്നെ വേറൊരു രീതിയിൽ എഴുതും. അതായത് ഇവിടുത്തെ എയിൽ നിന്ന് എയിലേക്കല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെറ്റ് വരയ്ക്കും, ഇങ്ങനെ അതുപോലെ തന്നെ വേറൊരു സെറ്റ് വരയ്ക്കും. ഇതും എ ആണ്, ഇതും എ ആണ്. ഇപ്പോൾ ബി ആയിരുന്നെങ്കിൽ ബിയിലേക്കായിരുന്നു ഡിഫൈൻ ചെയ്ത് വെച്ചെങ്കിൽ ഇവിടുന്ന് ബി വരച്ചോളണം. അപ്പോൾ 6 ഫ്രം എ ടു എ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് എയിലേക്കാണ്. ഇനി എയിൽ ആരൊക്കെയുണ്ടാ? 1 2 3 4 5. വീണ്ടും ഇപ്പുറത്തും എ ആണ്. എയിൽ ആരൊക്കെയുണ്ടാ? 1 2 3 4 5. ഇനി ഇവിടെ വന്നിട്ടുള്ള റിലേഷൻ ഇല്ലേ, 1ഉം 2ഉം തമ്മിലാണ് റിലേഷൻ. അപ്പോൾ 1ൽ നിന്ന് 2ലേക്ക് ഒരു വര. 2ഉം 3ഉം തമ്മിലാണ് റിലേഷൻ. അപ്പോൾ 2ൽ നിന്ന് 3ലേക്ക് ഒരു വര. അടുത്ത 3ഉം 4ഉം തമ്മിലാണ് റിലേഷൻ. 3ൽ നിന്ന് 4ലേക്ക് ഒരു വര. 4ഉം 5ലുമാണ് റിലേഷൻ. അപ്പോൾ 4ൽ നിന്ന് 5ലേക്ക് ഒരു വര. ഇങ്ങനെ പടം വരച്ചെഴുതിയാൽ നോക്കിക്കൊള്ളണം. ഇങ്ങനെ പടം വരച്ചെഴുതിയാൽ അതിനെ റോസ്റ്റർ ഫോം എന്നല്ല പറയുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേര് ആരോ ഡയഗ്രം. എന്താടാ? ആരോ ഡയഗ്രം. മറന്നു പോകരുത്, ആരോ ഡയഗ്രം. അപ്പോൾ വെറുതെ കോമയിട്ട് എഴുതിയാൽ റോസ്റ്റർ ഫോം. ഇങ്ങനെ പടം വരച്ച് 2 മുട്ടകൾ വരച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് എഴുതിയാൽ എന്താണ്? ആരോ ഡയഗ്രം. ഇനി ഇത് തന്നെ ചിലപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിലും ചോദിക്കും. അതായത് ഇവിടെ നോക്കിയടാ, ഇവിടെ ഫസ്റ്റ് എലമെൻറ്റിനേക്കാളും 1 കൂടുതലല്ലേ സെക്കൻഡ് എലമെൻറ്റ്? 1ഉം 1ഉം 2, 2ഉം 1ഉം 3, 3ഉം 1ഉം 4, 4ഉം 1ഉം 5. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും, ഓർഡേർഡ് പെയർ x, y സച്ച് ദാറ്റ് രണ്ടാമത്തെ എലമെൻറ്റ് y അല്ലേ? y ഈക്വൽ ടു x + 1 എന്ന് പറയും. എക്സിനേക്കാളും 1 കൂടുതലാണ്. കേട്ടല്ലോ? ഈ എക്സും വൈയും എവിടെ നിന്നാണ്? x, y എലമെൻറ്റ് ഓഫ് എ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എഴുതി വെച്ച് ആ റിലേഷൻ ഇങ്ങനെ എഴുതി വെച്ചു. നമ്മൾ സെറ്റ് ബിൽഡർ ഫോം പഠിച്ച പോലെ ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലും തരാം. എന്തൊക്കെയാണ്? സെറ്റ് ബിൽഡർ ഫോമിലും തരാം. സെറ്റ് ബിൽഡർ ഫോമിലും ക്വസ്റ്റ്യനുകൾ തരാം. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി. കേട്ടല്ലോ? സിമ്പിൾ പരിപാടി. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഞാൻ എ എന്നും പറഞ്ഞൊരു സെറ്റ് എഴുതിയാണ്. അത് നോക്കിയേ, 1 2 3. ഞാൻ ബി എന്ന് പറഞ്ഞ് വേറൊരു സെറ്റ് എഴുതിയേ, 4 5. ഇപ്പോൾ ഞാൻ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അതായത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. ഞാനൊരു റിലേഷൻ എക്സാമ്പിൾ എഴുതുവാണെന്ന് നോക്കിയാൽ 1 4
1 5 2 5 3 4. ഓക്കെ, ഒരു റിലേഷൻ അല്ലേ? എടാ ഇങ്ങനെ എനിക്ക് എത്ര റിലേഷൻസ് എഴുതാൻ പറ്റും? അതായത് നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണെന്ന് ചോദിക്കും. എന്താണ് നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണെന്ന് ചോദിക്കും. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണെന്ന് ചോദിക്കും. നമ്പർ ഓഫ് റിലേഷൻസ്, എത്ര റിലേഷൻസ് ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തത് കാരണം അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണമെന്നല്ലേ പറഞ്ഞേക്കുന്ന. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും എന്നല്ലേ പറഞ്ഞേക്കുന്നത്. എടാ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റുകളുണ്ട്? എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റുകളുണ്ട് നോക്കിയേ. എയിൽ 3 എലമെൻറ്റ്, ബിയിൽ 2 എലമെൻറ്റ്, അപ്പോൾ മൊത്തം 6 എലമെൻ്റ് ഉണ്ട് എവിടെ? എ ക്രോസ് ബിയിൽ. അപ്പോൾ 6 എലമെൻ്റ് ഉള്ള എ ക്രോസ് ബിയിൽ മൊത്തം എത്ര പേരുണ്ട്? 6 എലമെൻ്റ് ഉണ്ട്. ഈ 6 എലമെൻ്റ് ഉള്ള എ ക്രോസ് ബിയിലേക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവൂടാ? 2n ആണ് സബ്സെറ്റുകളുടെ ഇക്വേഷൻ. അപ്പോൾ 2/6. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ കഴിയല, നിങ്ങൾക്ക് നമ്പർ ഓഫ് റിലേഷൻസ് ഇങ്ങനെ ആലോചിച്ചെടുക്കാൻ കഴിയല. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. 2 ഫംഗ്ഷൻ എവിടുന്ന് എങ്ങോട്ടാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എണ്ണം. എ ക്രോസ് ബി അല്ല കേട്ടോ മേലെ എഴുതേണ്ടത്. എയിൽ എത്ര പേരുണ്ട് ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുക. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി ചെയ്യുക. അപ്പോൾ നോക്ക് ഇവിടെ എത്ര റിലേഷൻസ് ഉണ്ടെന്ന് വേഗം പറയാം. 2 എയിൽ എത്ര പേരുണ്ട്? 3 ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്? 2. അപ്പോൾ 2 എത്രയാടാ? 6. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി അല്ലേ? അപ്പോൾ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നോക്കിയേ. എ ഈക്വൽ ടു 1 2 3 4 5 ആൻഡ് ആർ ഈസ് ദ റിലേഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു എ ഈസ് ഗിവൺ ബൈ ഈ സാധനം. റൈറ്റ് ദ ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ റിലേഷൻ നോക്കിയടാ എവിടുന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡൊമൈൻ എഴുതാൻ ആദ്യം ചോദിച്ചിട്ടുണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റ്. ഫസ്റ്റ് എലമെൻ്റ് ആരൊക്കെയാടാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെയും 3 ആണ്. അപ്പോൾ എഴുതണ്ട. അടുത്തത് റേഞ്ച് ആണ്. റേഞ്ച് എന്താടാ? സെക്കൻഡ് എലമെൻറ്റ് ആരൊക്കെയാടാ? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെയും 2 ആണ്. എഴുതണ്ട. അടുത്തത് കോഡൊമൈൻ എന്താടാ? കോഡൊമൈൻ എന്താടാ? സിമ്പിൾ. സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ്. സെക്കൻഡ് സെറ്റ് എ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് 1 2 3 4 5 എന്ന് എടുത്തങ്ങോട്ട് എഴുതാം. കേട്ടല്ലോ? സിമ്പിൾ പരിപാടി. വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ. എയിലാണ് ഒരു റിലേഷൻ പറഞ്ഞിട്ടുള്ളത്. എന്താടാ? 1 2 3 4 5 6 റിലേഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് റിലേഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു എ. ഇനി എന്താണ്? ഡിഫൈൻഡ് ബൈ, ആ റിലേഷൻ തന്നിട്ടുണ്ട്. എക്സ്പ്രസ് ആർ ഇൻ റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയടാ. എക്സ് കോമ വൈ ആണ് ഓർഡേഡ് പേര് വരേണ്ടത്. വൈ എന്ന് പറയുന്നത് എക്സിനേക്കാളും 1 കൂടുതലായിരിക്കണം. ശ്രദ്ധിച്ചോളണം. എന്താണ്? എക്സ് കോമ വൈ എന്നാണ് ഓർഡേഡ് പേര് വരേണ്ടത്. വൈ എന്ന് പറയുന്നത് എക്സിനേക്കാളും 1 കൂടുതലായിരിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെൻറ്റ് ആദ്യത്തെ എലമെൻറ്റിനേക്കാളും 1 കൂടുതലായിരിക്കണം. എക്സ് ഞാൻ 10 എടുത്താൽ വൈ എത്രയായിരിക്കൂടാ? 11. എക്സ് ഞാൻ 6 എടുത്താൽ വൈ എത്ര ആയിരിക്കൂടാ? 7. എക്സ് ഞാൻ 5 എടുത്താൽ വൈ 6. എക്സ് ഞാൻ 100 എടുത്താൽ വൈ എത്രയാണ്? 101. ഇനി എക്സ് ഏതൊക്കെ എടുക്കാം? എക്സ് എന്ന് പറയുന്നത് ഈ എയിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിലേഷൻ എങ്ങനെ വരുന്നതെന്ന് നോക്കൂ. എക്സ് ഞാൻ 1 എടുത്തു, അപ്പോൾ വൈ എത്ര വരുവാടാ? 2. 1 കൂടുതൽ. അടുത്ത എക്സ് ഞാൻ 2 എടുത്തു, വൈ എത്ര വരും? 1 കൂടുതൽ 3. എക്സ് ഞാൻ 3 എടുത്തു, 3നേക്കാളും 1 കൂടുതൽ 4. എക്സ് ഞാൻ 4 എടുത്തു, 4നേക്കാളും 1 കൂടുതൽ 5. എക്സ് ഞാൻ 5 എടുത്തു, അടുത്ത എത്രയാണ്? 5നേക്കാളും 1 കൂടുതൽ 6. എക്സ് ഞാൻ 6 എടുത്തു, അപ്പോൾ പ്രശ്നം എന്താണ്? 6നേക്കാളും 1 കൂടുതൽ 7 ആയി പോവും. 7 ഉണ്ടാ നമ്മുടെ സെറ്റിൽ? ഇല്ല. അപ്പോൾ ഇവിടെ വെച്ച് അങ്ങോട്ട് നിർത്തിക്കൊള്ളണം. ഇനി ചിലപ്പോൾ ഡൊമൈനും കോഡൊമൈനും റേഞ്ചൊക്കെ എഴുതാൻ ചോദിക്കും. അതങ്ങനെ എഴുതിക്കോളാം. സിമ്പിൾ പരിപാടി അല്ലേ? വളരെ സിമ്പിൾ പരിപാടി. ഇതാണ് റിലേഷൻസ്. ഇനി നമ്മൾ എന്തിലേക്ക് കിടക്കുവാണ്? ഫങ്ഷൻസ്. എടാ അപ്പോൾ നമ്മൾ റിലേഷൻസ് കഴിഞ്ഞ് ഫങ്ഷൻസിലേക്ക് കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ റിലേഷനും ഫങ്ഷനും സെയിം ആണ്. ഈ റിലേഷൻ തന്നെ ശ്രദ്ധിച്ചോളണം. റിലേഷൻ തന്നെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. കേട്ടല്ലോ? എന്താണ്? റിലേഷനിൽ തന്നെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പം ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് റിലേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയല്ലേ നമ്മൾ റിലേഷൻ തരുന്നത്. ഇതിൻ്റെ ഏതാണ് ഫങ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി.
ഫസ്റ്റ് സെറ്റിലെ ശ്രദ്ധിച്ചോളണം, ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും റിലേഷൻ ഉണ്ടായിരിക്കണം, ഒരെണ്ണേ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒരു ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് സെറ്റ് ഓൾ വൺ. എന്താണ്? ഫസ്റ്റ് ഓൾ വൺ. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് ഓൾ വൺ. എന്താണ്? ഫസ്റ്റ് ഓൾ വൺ. ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും റിലേഷൻ ഉണ്ടായിരിക്കണം, ഒരെണ്ണം മാത്രമേ പാടുള്ളൂ. അപ്പോൾ നോക്കിയേ, ഇതെല്ലാം റിലേഷൻസ് ആണ്. ഇതിലേതൊക്കെയാണ് ഫങ്ഷൻസ് എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടല്ലോ. അപ്പോൾ നമ്മൾ നോക്കേണ്ടതേ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ രണ്ടാമത്തെ സെറ്റ് നോക്കണ്ട. അവിടെ ചെന്ന് എങ്ങനെയാണോ കൊള്ളുന്നത് അത് നിങ്ങൾ നോക്കണ്ട. ഫസ്റ്റ് സെറ്റ് നോക്കുക. ഫസ്റ്റ് സെറ്റിൽ എല്ലാവർക്കും റിലേഷൻ ഉണ്ടാവും. 1-നുണ്ട്, 2-നുണ്ട്, 3-നുണ്ട്, 4-നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഒരെണ്ണം അല്ലേ ഉള്ളു. 1-നൊരെണ്ണം, 2-നൊരെണ്ണം, 3-നൊരെണ്ണം, 4-നൊരെണ്ണം. അപ്പോൾ ഇതെന്താണ്? ഇത് ഫങ്ഷൻ. ഇത് ഫങ്ഷൻ. നോക്ക്, ഫസ്റ്റ് സെറ്റിൽ എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. 1-നൊരെണ്ണം, 2-ന് 2 ഉണ്ട്. അങ്ങനെ വരാവോ? ഇല്ല. ഫസ്റ്റ് സെറ്റിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണം, ഒരെണ്ണേ പാടുള്ളൂ. പക്ഷെ 2-ന് 2 ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? നോട്ട് എ ഫങ്ഷൻ. നോട്ട് എ ഫങ്ഷൻ. സിമ്പിൾ. അടുത്തത് ഇവിടെ നോക്കടാ. 1-നുണ്ട്, 2-നുണ്ട്, 3-നൊരെണ്ണം, 4-നൊരെണ്ണം. 5-നുണ്ടാടാ? ഇല്ല. എല്ലാവർക്കും വേണം, ഒരെണ്ണേ പാടുള്ളൂ. എല്ലാവർക്കും ഇല്ല. അപ്പോൾ എന്താടാ? നോട്ട് എ ഫങ്ഷൻ. നോട്ട് എ ഫങ്ഷൻ. ഇനി ഇവിടെ നോക്ക്. 1-നുണ്ട്, 2-നുണ്ട്, 3-നുണ്ട്, 4-നുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഒരെണ്ണം ഉള്ളത്. എടാ അപ്പുറത്ത് ചെന്ന് ഒരാളെ കുത്തണം. അത് നമ്മൾ നോക്കണ്ട, ഇത് നോക്കണ്ട. ഫസ്റ്റ് സെറ്റ് മാത്രം. എല്ലാവർക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട് ഒരെണ്ണം ഫങ്ഷനാണ്. ഇവിടെ നോക്ക്, ഇത് നോക്ക്. 1-നുണ്ട്, 2-നുണ്ട്, 3-നുണ്ട്, 4-നുണ്ട്. എല്ലാവർക്കുമുണ്ട് ഒരെണ്ണം. അപ്പം ഇതെന്താണ്? ഇത് ഫങ്ഷൻ. ഇത് ഫങ്ഷൻ. സിമ്പിൾ. ഇനി ചിലപ്പോൾ ഇങ്ങനെ തരാതെ റോസ്റ്റർ ഫോമിൽ തന്നാലോ? ഒരു റിലേഷൻ ഇങ്ങനെ തരുവാണ്. ഇതൊന്ന് നോക്കിയേ. 1 1 2 3 3 5 4 7. ഈ റിലേഷൻ ഫങ്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഒരെണ്ണം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, അപ്പൊ ഫസ്റ്റ് സെറ്റിലെ എല്ലാവർക്കും റിലേഷൻ വേണം. അപ്പൊ സെറ്റ് ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ വിട്. പകരം എല്ലാവർക്കും ഒരെണ്ണേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. ഇവിടെ 1 ഉണ്ട്, വേറെ എവിടെയെങ്കിലും ഫസ്റ്റ് സെറ്റ് 1 വരുന്നുണ്ടോ? ഇവിടെ സെക്കൻഡ് 2 ഉണ്ട്, 2 വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഫസ്റ്റ് എലമെന്റ് ആയിട്ട്? 3 വന്നിട്ടുണ്ടോ? ഇല്ല. 4 വന്നിട്ടുണ്ടോ? റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഫങ്ഷൻ ആണ്. അടുത്തത് ഇതൊന്ന് നോക്കിയേ. സിമ്പിൾ. ഞാൻ പറയുവാണ് 1 1 1 2 2 3 3 5. ഇത് ഫങ്ഷൻ ആണോ? ഫങ്ഷൻ ആണോ? ദേ ഇവിടെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്, ഇവിടെയും ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അങ്ങനെ വരരുത്. ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യരുത്. ചെയ്താൽ ഫങ്ഷൻ അല്ല. അപ്പൊ ഇവിടെ നോക്കടാ, ഇവിടെ കുറച്ച് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണോ ഫങ്ഷൻ ആകുന്നത്, ഏതൊക്കെയാണ് ഫങ്ഷൻ അല്ലാത്തതെന്ന് ഒന്ന് പറഞ്ഞേ. ദേ ഇവിടെ നോക്ക്. ഫസ്റ്റ് എലമെന്റ് 2 ആണ്, ഫസ്റ്റ് എലമെന്റ് 3 ആണ്, ഫസ്റ്റ് എലമെന്റ് 4 ആണ്. റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഫങ്ഷൻ. ഫസ്റ്റ് എലമെന്റ് 2 ആണ്, ഫസ്റ്റ് എലമെന്റ് 2 ആണ്. റിപ്പീറ്റ് ചെയ്തു, ഇനി ഒന്നും നോക്കണ്ട, ഫങ്ഷൻ അല്ല. ഫസ്റ്റ് എലമെന്റ് 1 2 3 4 5 6. ഫസ്റ്റ് എലമെന്റ് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്തോ? റിപ്പീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഫങ്ഷനാണ്. 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 വളരെ സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ ഫങ്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, ശ്രദ്ധിച്ചോളണം. ഒരു ഗ്രാഫ് തന്നു നമുക്കൊരു ഗ്രാഫ് തന്നു. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ശ്രദ്ധിച്ചോളണേ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഒരു ഫങ്ഷന്റെ ഗ്രാഫ് തന്നു. ഈ ഗ്രാഫ് തന്നിട്ട് ശ്രദ്ധിച്ചോളണം കേട്ടോടാ. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു. ഈ ഗ്രാഫ് തന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഡൊമൈനും റേഞ്ചും എഴുതാൻ ചോദിക്കും. എന്താണ്? ഇതിൻ്റെ അകത്തുനിന്ന് ഡൊമൈനും റേഞ്ചും എഴുതാൻ ചോദിക്കും. എങ്ങനെ ചെയ്യും? സിമ്പിളാണ്. എടാ, ഡൊമൈൻ നോക്കേണ്ടത് എക്സ് ആക്സിസിലാണെന്ന് ഓർത്തോളണം. റേഞ്ച് നോക്കേണ്ടത് വൈ ആക്സിസിലാണെന്ന് ഓർത്തോളണം. ഡൊമൈൻ നോക്കേണ്ടത് എക്സ് ആക്സിസ്, റേഞ്ച് നോക്കേണ്ടത് വൈ ആക്സിസ്. വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടല്ലോ. ഡൊമൈൻ എക്സ് ആക്സിസും റേഞ്ച് വൈ ആക്സിസും. അപ്പോൾ ഞാൻ ആദ്യം ഡൊമൈൻ നോക്കാൻ പോവുകയാണ്. ഡൊമൈൻ നോക്കിയേ. ഡൊമൈൻ നോക്കേണ്ടത് എക്സ് ആക്സിസ്. ഇതല്ലേ എക്സ് ആക്സിസ്? ഈ എക്സ് ആക്സിസിൻ്റെ എല്ലായിടത്തും ഗ്രാഫ് ഉണ്ടോ നോക്കിയാൽ മതി. ഈ എക്സ് ആക്സിസിൻ്റെ എല്ലായിടത്തും ഗ്രാഫ് ഉണ്ട്. ഇതിങ്ങനെ നീണ്ടിങ്ങനെ പോകുന്ന ഗ്രാഫാണിത് കേട്ടല്ലോ. അപ്പോൾ ഈ എക്സ് ആക്സിസിൻ്റെ എല്ലായിടത്തും ഗ്രാഫില്ലേ?
എക്സ് ആക്സിസിൻ്റെ എവിടെ നോക്കിയാലും ഗ്രാഫ് ഇല്ലേ? അങ്ങനെ എക്സ് ആക്സിസിൻ്റെ എവിടെ നോക്കിയാലും ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൊമൈൻ R ആയിരിക്കും. കേട്ടല്ലോ, എക്സിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഡൊമൈൻ R ആയിരിക്കും. ഇനി എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി പറയണം. റേഞ്ച് നോക്കേണ്ടത് വൈ ആക്സിസിലാണ്. റേഞ്ച് നോക്കേണ്ടത് എവിടെയാണ്? വൈ ആക്സിസിലാണ്. നേരത്തെ പറഞ്ഞ പോലെ റേഞ്ച് വൈ ആക്സിസിൽ എല്ലായിടത്തും ഗ്രാഫ് ഉണ്ടോ നോക്കുക. അത് ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. പക്ഷേ ഈ താഴത്തെ എവിടെയെങ്കിലും ഉണ്ടോ? താഴത്തെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എവിടെ മാത്രമേ ഉള്ളൂ? വൈയുടെ മേളിൽ മാത്രമേ ഉള്ളൂ. അതായത് വൈയുടെ പോസിറ്റീവിൽ മാത്രമേ ഉള്ളൂ, നെഗറ്റീവിലില്ല. അപ്പോൾ ആറിൻ്റെ പോസിറ്റീവിൽ മാത്രമേ ഉള്ളൂ, നെഗറ്റീവിലില്ല. അപ്പോൾ ആ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡൊമൈൻ നോക്കേണ്ടത് എക്സ് ആക്സിസിലും റേഞ്ച് നോക്കേണ്ടത് വൈ ആക്സിസിലും. സിമ്പിൾ സിമ്പിൾ അല്ലേ? ഇനി ഇങ്ങനെ കുറച്ച് ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. ഇതേ നോക്കിയേ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ. ശ്രദ്ധിച്ചോടാ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡിൻ്റെ അകത്ത് എക്സ് പ്ലസ് വൺ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ എഫ് ഓഫ് എക്സ് മാറ്റി വൈ ഈക്വൽ ടു എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുതിക്കോളണം. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ. ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു ബോക്സ് അങ്ങോട്ട് വരയ്ക്കണം. എങ്ങനെയാണ് ബോക്സ് വരയ്ക്കേണ്ടത്? സിമ്പിൾ. ഇത് എക്സ് എന്ന് കൊടുക്കുക, ഇത് വൈ എന്ന് കൊടുക്കുക. എന്നിട്ട് എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൺ ആണ്. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 0 പ്ലസ് 1. മോഡിൻ്റെ അകത്ത് 1 വന്നാൽ 1. എക്സിന് 1 കൊടുക്കുക. അപ്പോൾ 1 പ്ലസ് 1, അപ്പോൾ 2 കിട്ടും. മോഡിൻ്റെ അകത്ത് 2 വന്നാൽ 2. അടുത്തത് എക്സിന് 2 കൊടുക്കുക. 2 പ്ലസ് 1 3. മോഡിൻ്റെ അകത്ത് 3 വന്നാൽ 3. ഇത് മതിയല്ലോ. ഇനി -1 കൊടുക്കാം. -1 പോസിറ്റീവും കൊടുക്കണം, ഇനി നെഗറ്റീവും കൊടുക്കണം. -1 കൊടുക്കുമ്പോൾ -1 പ്ലസ് 1 0. മോഡിൻ്റെ അകത്ത് 0 വന്നാൽ 0. അടുത്ത ഞാൻ -2 കൊടുത്തു. -2 പ്ലസ് 1, അപ്പോൾ -1. മോഡിൻ്റെ അകത്ത് -1 എന്നാൽ പ്ലസ് 1. അടുത്ത -3 കൊടുക്കണം. -3 പ്ലസ് 1, അപ്പോൾ -2. -2 മോഡിൻ്റെ അകത്ത് വന്നാൽ +2. കേട്ടല്ലോ. ഇനി ഇങ്ങനെ വന്നിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ പെയറാക്കി എഴുതണം. ഇങ്ങനെ പെയറാക്കി എഴുതണം. എങ്ങനെ? 0 1 1 2 2 3 -1 0 -2 1 -3 2 ഇങ്ങനെ പെയറാക്കി എഴുതണം. സിമ്പിൾ പരിപാടി. കേട്ടല്ലോ. ഇനി ആ ഗ്രാഫ് അങ്ങോട്ട് വരച്ച് വെച്ചാൽ മതി. എങ്ങനെ വരയ്ക്കും? ഇവിടെ 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, 4 കൊടുക്കുക, 5 കൊടുക്കുക. ഇവിടെ -1 കൊടുക്കുക, -2 കൊടുക്കുക, -3 കൊടുക്കുക, -4 കൊടുക്കുക. ഇവിടെ 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, 4 കൊടുക്കുക. -1 കൊടുക്കുക, -2 കൊടുക്കുക, -3 കൊടുക്കുക, -4 കൊടുക്കുക. ഇനി അത് ഓരോ പോയിന്റ് മാർക്ക് ചെയ്യും. ആദ്യത്തെ പോയിന്റ് നോക്കടാ, 0 1. 0 1 എങ്ങനെ മാർക്ക് ചെയ്യും? എക്സിൽ 0 വൈയിൽ 1. ദേ ഇവിടെ അല്ലേ. രണ്ടാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുക 1 2. എവിടെ വരൂടാ? എക്സിൽ 1 വൈയിൽ 2. എക്സിൽ 1 വൈയിൽ 2. ദേ ഇവിടെ വരും. ഓക്കെ അല്ലേ? അടുത്തത് മൂന്നാമത്തെ നോക്കടാ, 2 3. 2 3. 2 3 അല്ലേ? എക്സിൽ 2 വൈയിൽ 3. ഓക്കെ അല്ലേ? അടുത്ത നോക്കടാ, -1 0. എക്സിൽ -1 വൈയിൽ 0. അപ്പോൾ ഇവിടെ അല്ലേടാ. ഓക്കെ. അടുത്ത നോക്കടാ, -2 1. എക്സിൽ -2 വൈയിൽ 1. ഇവിടെ അല്ലേടാ. അടുത്ത ലാസ്റ്റ് 1 നോക്കിയേ, -3 2. -3 2 എന്ന് പറയുമ്പോൾ ഇത് വരും -3 2. എക്സിൽ -3 വൈയിൽ 2. കേട്ടല്ലോ. ഇനി ഇത് ജോയിൻ ചെയ്ത് വരച്ചാൽ ഗ്രാഫായി. ഇനി ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എങ്ങനെ പറയും? സിമ്പിൾ. നേരത്തെ പറഞ്ഞ പോലെ ഡൊമൈൻ എങ്ങനെയാണ് നോക്കേണ്ടത്? വൈ ആക്സിസിൻ്റെ എല്ലായിടത്തും കവർ ചെയ്യുന്നുണ്ടോ നോക്കുക. കവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഡൊമൈൻ 6. റേഞ്ച് നോക്കേണ്ടത് എന്താണ്? എക്സ് ആക്സിസിൻ്റെ എല്ലായിടത്തും കവർ ചെയ്യുന്നുണ്ടോ നോക്കുക. എക്സിൻ്റെ പോസിറ്റീവ് എല്ലായിടത്തും കവർ ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് വരുന്നില്ല, അപ്പോൾ R+ മാത്രം. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ചുകൊണ്ട് ചെയ്യേണ്ടത്. കേട്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ അങ്ങനത്തെ കുറേ ഗ്രാഫുകളുണ്ട്. ഏതൊക്കെയുണ്ട്? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, x², x³ അതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. വളരെ സിമ്പിൾ. ഇനി അത് നോക്കി വെച്ചില്ലെങ്കിലും ഈ മോഡലിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്.